സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ഭിന്നത തീരാതെ യു.ഡി.എഫ്. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ അടക്കമുള്ള മുതിർന്ന യു.ഡി.എഫ് നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുത്തില്ല. ഭിന്നത രൂക്ഷമായിരിക്കെ യു.ഡി.എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം നിലമ്പൂരിൽ ചേർന്നു. സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂരിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കാണ് യു.ഡി.എഫ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ യു.ഡി.എഫിനകത്തുണ്ട്. അത് കോൺഗ്രസിനകത്തും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനകത്തുമാണ് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ നിലവിലെ പി.വി. അൻവറും അതേപോലെ തന്നെ വി.എസ്. ജോയ് പക്ഷവും രംഗത്തെത്തിയിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു ഭിന്നതകളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും യു.ഡി.എഫിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവായ ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബർസ്ഥാനിൽ വെച്ച് ആരംഭിച്ചു. ഇതിൽ യു.ഡി.എഫിൻ്റെ മുതിർന്ന നേതാക്കൾ, അതായത് കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തില്ല. അത്തരത്തിൽ വലിയൊരു ഭിന്നതയാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം മുൻ കെ.പി.സി.സി പ്രസിഡന്റായിട്ടുള്ള കെ. സുധാകരനും വലിയ രീതിയിലുള്ള ഒരു ഭിന്നത നിലവിലെ കെ.പി.സി.സി പ്രസിഡന്റിനെതിരെയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയുമായി ഉയർത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും അൻവറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അൻവറിനെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് കെ. സുധാകരൻ നടത്തിയിട്ടുള്ളത്. കെ. സുധാകരനെ പിന്തുണക്കുന്ന അഡ്വക്കേറ്റ് കെ. ജയന്തും അതേപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശനും രംഗത്തെത്തി. യു.ഡി.എഫ് ഒരിക്കലും അൻവറിൻ്റെ വഴങ്ങില്ല എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ യു.ഡി.എഫിനകത്ത് വലിയ രീതിയിലുള്ള ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലം യു.ഡി.എഫിൻ്റെ നേതൃയോഗവും ഇന്ന് ചേർന്നു. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വിജയ പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അസിത. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.